അക്കാലത്ത് വലിയ കുടുംബങ്ങളിൽ നടന്നു വന്നിരുന്ന ഒരു ചടങ്ങാണ് കുടുംബത്തിൽ താന്തോന്നികളായ യുവാക്കളുണ്ടെങ്കിൽ അവരെ നന്നാക്കിയെടുക്കുന്നതിനായി കപ്പലുകളിൽ കയറ്റി മറ്റു രാജ്യങ്ങളിലേക്ക് അയക്കുക എന്നത്. ഇങ്ങനെ കയറ്റി അയക്കപ്പെടുന്നവരിൽ നല്ലൊരു പങ്കും തിരിച്ചെത്തിയിരുന്നില്ല എന്നതാണ് സത്യം. ഒലിവർ ട്വിസ്റ്റിന്റെ കാര്യത്തിലും ബോർഡ് അംഗങ്ങൾ ചിന്തിച്ചത് ആ വഴിക്കാണ്. അത്ര പ്രാധാന്യമില്ലാത്ത ഏതെങ്കിലും ചെറു തുറമുഖങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ചെറിയ വ്യാപാര കപ്പലുകളിൽ ഒന്നിൽ അവനെയും കയറ്റി അയക്കുക എന്നതാണ് ബുദ്ധിയെന്ന് അവർ തീരുമാനിച്ചിരുന്നു. അങ്ങനെയൊരു തീരുമാനത്തിലേക്ക് എത്താൻ അവരെ പ്രേരിപ്പിച്ചത് ചെറു കപ്പലുകളിലെ കപ്പിത്താന്മാർ ഇത്തരം കുട്ടികളെ നന്നായി പീഡിപ്പിച്ചിരുന്നുവെന്ന് അവർ കേട്ടിരുന്നതുകൊണ്ടുകൂടിയാണ്. ഒന്നുകിൽ കടലിൽ തള്ളിയോ അതല്ലെങ്കിൽ ഇരുമ്പ് വടി കൊണ്ട് തലയ്ക്കടിച്ചോ അയാൾ അവൻ്റെ കഥ തീർക്കും. എങ്ങനെയായാലും അവൻ്റെ അവസാനം കടലിൽ തന്നെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് അവനെ കടലിലേക്ക് പറഞ്ഞു വിടുന്നതാണ് നല്ലതെന്ന് അവർ ഉറപ്പിച്ചു കഴിഞ്ഞിരുന്നു. ഇക്കാര്യം നടത്തിച്ചു കിട്ടുന്നതിനായി ബോർഡ് ചുമതലപ്പെടുത്തിയത് ബംബിളിനെയാണ്. അയാൾ ഒലിവറിനെ സ്വീകരിക്കാൻ തയ്യാറുള്ള ഒരു കപ്പിത്താനെ അന്വേഷിച്ച് ഇംഗ്ലണ്ടിലെ തുറമുഖങ്ങൾ മുഴുവനും അലഞ്ഞു തിരിഞ്ഞെങ്കിലും നിരാശയായിരുന്നു ഫലം. ഇക്കാര്യം ബോർഡംഗങ്ങളെ അറിയിക്കാനായി ബംബിൾ അഗതി മന്ദിരത്തിന്റെ ഗേറ്റിൽ എത്തിയ സമയത്താണ് അയാളുടെ കണ്ണുകൾ ഒരു വ്യക്തിയിൽ ഉടക്കിയത്. അത് ശവപ്പെട്ടി നിർമ്മാണക്കാരനായ മിസ്റ്റർ സോവർബെറിയാണെന്നും ബംബിൾ പെട്ടെന്ന് മനസ്സിലാക്കി. നല്ല ഉയരമുള്ള ഒരു പരുക്കൻ മനുഷ്യനായിരുന്നു ഈ സോവർബെറി. കറുത്ത നിറത്തിലുള്ളതും ജീർണിക്കാൻ തുടങ്ങിയതുമായ അയഞ്ഞ ഓവർകോട്ടും കറുത്ത നിറത്തിലുള്ള സോക്സും അതേ നിറത്തിലുള്ള ബൂട്ടുമാണ് അയാൾ ധരിച്ചിരുന്നത്. അയാൾ ചിരിച്ച ആരും ഇന്നേ വരെ കണ്ടിട്ടില്ല. തൻ്റെ തൊഴിലിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം അയാളുടെ ശരീരത്തിൻ്റെ ഓരോ ഭാഗങ്ങളും മറ്റുള്ളവരിൽ വെറുപ്പും ഭയവും സൃഷ്ടിക്കുന്നതായിരുന്നു. അയാൾ നടന്നിരുന്നത് വേച്ചുവെച്ചായിരുന്നതിനാൽ ശരീരം അങ്ങോട്ടും ഇങ്ങോട്ടും ആടിക്കളിച്ചു. നടന്ന് അയാൾ ബംബിളുമായി മുഖാമുഖമെത്തി. ബംബിൾ അയാൾക്ക് കൈകൊടുത്തു. ബംബിൾ സാർ, ഇന്നലെ രാത്രിയിൽ മരിച്ച 2 സ്ത്രീകളുടെ ശരീരത്തിൻ്റെ അളവെടുക്കാനായി പോയി വരികയാണ് ഞാൻ, അയാൾ പറഞ്ഞു. ബംബിളാകട്ടെ അയാളുമായി തൊഴിൽപരമായ കാര്യങ്ങൾ സംസാരിച്ചു തുടങ്ങി. താൻ അയാളുടെ തൊഴിലിൽ മാന്യത കാണുന്നുവെന്ന ബോധത്തോടെയാണ് ബംബിൾ സംസാരിച്ചിരുന്നത്. ശവപ്പെട്ടി നിർമ്മാണക്കാരൻ്റെ കയ്യിൽ ശവപ്പെട്ടികളുടെ ഏതാനും മാതൃകകളും ഉണ്ടായിരുന്നു. അതിൽ നോക്കി തൻ്റെ വലതു കൈകൊണ്ട് നെറ്റിത്തടം തടവി ബംബിൾ ചോദിച്ചു, നിന്റെ കച്ചവടമൊക്കെ നന്നായി പോകുന്നുണ്ടല്ലോ അല്ലേ? ബംബിളിൻ്റെ ചോദ്യത്തിന് അത്ര താല്പര്യമില്ലാത്ത മട്ടിലാണ് അയാൾ മറുപടി പറഞ്ഞത്. ശവപ്പെട്ടികൾക്ക് പള്ളി നിശ്ചയിച്ചിരിക്കുന്ന നിരക്ക് വളരെ തുച്ഛമാണെന്ന് അയാൾ ബംബിളിനോട് തുറന്നു പറഞ്ഞ് പരിഭവിച്ചു. എന്നാൽ ശവപ്പെട്ടികളുടെ വലിപ്പം കുറഞ്ഞു വരുന്ന കാര്യം ബംബിൾ അയാളെ ഓർമ്മിപ്പിച്ചു. അക്കാര്യം അയാളും സമ്മതിച്ചു. പുതിയ ഭക്ഷണക്രമം വ്യാപകമായതോടെ എല്ലാവരുടെയും തടി കുറഞ്ഞിട്ടുണ്ടെന്നും മാത്രവുമല്ല ബിർമിംഗ്ഹാമിൽ നിന്നും ഇരുമ്പ് കമ്പികൾ ആവശ്യത്തിലധികം എത്തുന്നതിനാൽ വില കൂടിയ തടിയുടെ ഉപയോഗം കുറഞ്ഞിട്ടുണ്ടെന്നും അയാൾ സമ്മതിച്ചു. എങ്കിലും അയാളുടെ ഭാഗം ന്യായീകരിക്കും വിധമാണ് ബംബിൾ ഇടപെട്ടത്. ശരിയാണ് സോവർബെറി, ഏത് തൊഴിലും മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ന്യായമായ പ്രതിഫലം കിട്ടണം. അക്കാര്യം ഞാനും സമ്മതിക്കുന്നു, ബംബിൾ തുറന്നു പറഞ്ഞു. തുടർന്ന് സംഭാഷണത്തെ അയാൾ ഒലിവറിന്റെ വിഷയത്തിലേക്ക് തിരിച്ചുവിട്ടു. മിസ്റ്റർ സോവർബെറി, നിന്റെ അറിവിൽ ആർക്കെങ്കിലും ഒരു ആൺകുട്ടിയെ ആവശ്യമുള്ളതായി അറിയാമോ? പാരിഷിന്റെ ഉടമസ്ഥതയിലുള്ള ഒരു കുട്ടിയെ ആവശ്യമുള്ളവർക്ക് നൽകാൻ തയ്യാറാണ്, ബംബിൾ പറഞ്ഞു. ഈ സമയത്ത് സോവർബെറിയുടെ കഴുത്ത് ഗേറ്റിലെ പരസ്യത്തിലേക്ക് തിരിഞ്ഞു. വലിയ അക്ഷരത്തിൽ 5 പൗണ്ട് എന്ന് എഴുതിയിരിക്കുന്നത് കണ്ടപ്പോൾ അയാളുടെ കണ്ണുകളിൽ ഒരു തിളക്കം അനുഭവപ്പെട്ടു. അയാൾ പെട്ടെന്ന് ബംബിളിന്റെ ഔദ്യോഗിക കൂട്ടിന്റെ അഗ്രഭാഗത്തുള്ള ചെമ്പ് കൊണ്ട് നിർമ്മിച്ച വലിയ ബട്ടണിൽ തന്റെ വിരലുകൾ കൊണ്ട് തൊട്ടുകൊണ്ട്, ഹോ, ഇക്കാലം അത്രയും താങ്കളുടെ ഈ അധികാര ചിഹ്നം ഞാൻ ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ, ഇപ്പോൾ മാത്രമാണിത് കാണുന്നത് എന്ന് ഒന്ന് സുഖിപ്പിക്കും വിധം സംസാരിച്ചു. സോവർബെറിയുടെ പ്രശംസ ബംബിളിന് ബോധിച്ചു. ബംബിൾ ആ ബട്ടണിലേക്ക് സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, സോവർബെറി, ഇത് നിർമ്മിച്ചിരിക്കുന്നത് പരമോന്നത തിരുമേനിയുടെ അംഗവസ്ത്രത്തിലെ അതേ അച്ചുകൊണ്ട് തന്നെയാണ്. കഴിഞ്ഞ ന്യൂ ഇയർ ദിനത്തിലാണ് സഭ എൻ്റെ പ്രവർത്തനങ്ങൾക്കുള്ള ആദരവായി എനിക്കിത് സമ്മാനിച്ചത്. പാതിരാത്രിയിൽ മരണപ്പെട്ട ഒരു കച്ചവടക്കാരൻ്റെ മൃതദേഹം പരിശോധിക്കാൻ പോയപ്പോഴാണ് ഞാനിത് ആദ്യമായി അണിഞ്ഞത്. എനിക്ക് അക്കാര്യം ഓർമ്മയുണ്ട്. അയാൾ പനി പിടിച്ചല്ലേ മരിച്ചത്? ബംബിൾ ശരി എന്ന അർത്ഥത്തിൽ തലകുലുക്കി. അയാൾ തൻ്റെ തലയിലെ തൊപ്പിയെടുത്ത് മാറ്റിയതിനു ശേഷം കോട്ടിൻ്റെ പോക്കറ്റിൽ നിന്നും ഒരു ഹാൻഡ് കർച്ചീഫ് എടുത്ത് മുഖത്തെ വിയർപ്പ് കണങ്ങൾ തുടച്ചു മാറ്റിയിട്ട് പറഞ്ഞു, ആ അതൊക്കെ പോകട്ടെ, ആ കുട്ടിയുടെ കാര്യത്തിൽ നീ എന്തു പറയുന്നു? മതിയായ പ്രതിഫലം കിട്ടിയാൽ അവനെ ഞാൻ ഏറ്റെടുത്തോളാം, ശവപ്പെട്ടി നിർമ്മാണക്കാരൻ പ്രതികരിച്ചു. വളരെ നല്ലത്, ഇക്കാര്യം നിനക്ക് ബോർഡംഗങ്ങളുമായി സംസാരിക്കാവുന്നതാണ്. ഇത്രയും പറഞ്ഞിട്ട് ബംബിൾ സോവർബെറിയുടെ കയ്യിൽ കടന്നുപിടിച്ച് അയാളെയും കൊണ്ട് അഗതി മന്ദിരത്തിനകത്തേക്ക് തിടുക്കത്തിൽ നടന്നു. ഏതാണ്ട് 5 മിനിറ്റിനുള്ളിൽ തന്നെ ബോർഡംഗങ്ങളും സോവർബെറിയും തമ്മിലുള്ള കൂടിക്കാഴ്ചയും നടന്നു. അയാൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ തന്നെ ബോർഡുമായി ഒരു ധാരണയിൽ എത്തിച്ചേരുകയും ചെയ്തു. അയാളുമായുള്ള വ്യവസ്ഥയനുസരിച്ച് അന്ന് വൈകുന്നേരം തന്നെ ഒലിവറെ അയാളുടെ വസതിയിൽ എത്തിക്കാനായി ബംബിൾ തയ്യാറെടുത്തു. പുറപ്പെടുന്നതിന് മുമ്പായി ബംബിൾ അവനെ ബോർഡംഗങ്ങളുടെ മുന്നിൽ ഹാജരാക്കി. അവരിലൊരാൾ അവനോട് കോപത്തോടെയാണ് സംസാരിച്ചത്. നീ ഇന്ന് വൈകുന്നേരം തന്നെ ഒരു ശവപ്പെട്ടി നിർമ്മാതാവിൻ്റെ വീട്ടിലേക്ക് പോകും.
അവിടെ ചെന്നതിന് ശേഷം തിരിച്ചു വരാൻ ശ്രമിക്കരുത്. അവിടെ ആവശ്യമില്ലാത്ത സീനുകളും സൃഷ്ടിക്കരുത്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിന്നെ കടലിലേക്ക് അയക്കും. അപ്പോഴെന്താണ് സംഭവിക്കുന്നതെന്നറിയാമോ? കപ്പിത്താൻ നിന്നെ കടലിൽ മുക്കിക്കൊല്ലും. അല്ലെങ്കിൽ ഒരു ഇരുമ്പ് ദണ്ടുകൊണ്ട് തലക്കടിച്ച് കടലിലേക്ക് എറിയും. മനസ്സിലായോ തെമ്മാടി? ഒലിവറിനെ എത്രയും വേഗം ശവപ്പെട്ടിക്കാരൻ്റെ വീട്ടിലെത്തിക്കാൻ ബോർഡംഗങ്ങൾ ബംബിളിന് നിർദ്ദേശം നൽകി. തൻ്റെ വിധി വീണ്ടും നിർണയിക്കപ്പെട്ടിരിക്കുന്നുവെന്ന് ഒലിവറിന് ബോധ്യമായി. അവൻ അതെല്ലാം നിശബ്ദമായി കേട്ടുനിന്നു. അവൻ്റെ സമ്പാദ്യങ്ങളെല്ലാം അവനെ തന്നെ ഏൽപ്പിക്കാൻ നിർദ്ദേശിച്ചു. അത് അവന് കൊണ്ടുപോകാൻ യാതൊരു പ്രയാസവുമില്ലായിരുന്നു. അരയടി നീളവും ഏതാനും ഇഞ്ച് വീതിയുമുള്ള ഒരു കവറിലായിരുന്നു അവൻ്റെ സമ്പാദ്യം. മുഷിഞ്ഞു നാറിയ 1-2 ജോഡി തുണികൾ അത് മാത്രമായിരുന്നു അതിലുണ്ടായിരുന്നത്. അത് കയ്യിൽ വാങ്ങിയ ശേഷം അവൻ തൻ്റെ തൊപ്പിയെടുത്ത് കാഴ്ച മറയത്തക്കവണ്ണം തലയിൽ വെച്ചിട്ട് ബംബിളിന് പിന്നാലെ ആ അഗതി മന്ദിരത്തിൻ്റെ പടിയിറങ്ങി. പുതിയ ദുരിതങ്ങളിലേക്കുള്ള യാത്രയ്ക്കുള്ള തുടക്കമായിരുന്നു അത്. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞ് കവിളിലൂടെ കണ്ണുനീർ ഒലിച്ചിറങ്ങുന്നുണ്ടായിരുന്നു. ബംബിൾ അവനെ ശ്രദ്ധിക്കാതെ ഒരു വലിയ സാഹസ പ്രവൃത്തി നടത്തുന്ന ധീരനെപ്പോലെ തലയും ഉയർത്തിപ്പിടിച്ച് മുന്നോട്ട് നടന്നു. അയാൾ ഒലിവറെ തിരിഞ്ഞു നോക്കാതിരിക്കാൻ പരിശ്രമിച്ചു. ഒലിവറാകട്ടെ താഴേക്ക് തല താഴ്ത്തി ബംബിളിൻ്റെ കോട്ടിൻ്റെ അഗ്രഭാഗത്ത് മാത്രം നോക്കി അയാളുടെ പിന്നാലെ നടന്നു. ശവപ്പെട്ടിക്കാരൻ്റെ വീടിന് സമീപത്തെത്തിയപ്പോൾ ബംബിൾ തിരിഞ്ഞു നോക്കി. ഒലിവർ കണ്ണുകൾ മറയത്തക്ക വിധം തൊപ്പി താഴ്ത്തി വെച്ചിരിക്കുന്നത് അപ്പോഴാണ് അയാൾ കാണുന്നത്. പുതിയ രക്ഷിതാവിന് മുന്നിൽ അവൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ബോധ്യപ്പെടുത്താനാണ് ബംബിളിൻ്റെ ഇപ്പോഴത്തെ ശ്രമം. ഒലിവർ, അയാൾ സ്നേഹപൂർവ്വം അവനെ വിളിച്ചു. സർ എന്ന് അവൻ ശബ്ദം താഴ്ത്തി മറുപടിയും പറഞ്ഞു. തൊപ്പി ഉയർത്തി വെച്ചിട്ട് തല ഉയർത്തിപ്പിടിക്കൂ, ബംബിൾ നിർദ്ദേശിച്ചു. അവൻ അനുസരിച്ചു. എങ്കിലും ഒരു കൈകൊണ്ട് അവൻ തൻ്റെ കണ്ണുകൾ മറച്ചു പിടിച്ചു. കണ്ണുനീർ ഒഴുകുന്നത് ബംബിൾ കാണാതിരിക്കാനാണ് അങ്ങനെ ചെയ്തത്. ബംബിൾ അവൻ്റെ കൈ മുഖത്തു നിന്നും ബലമായി പിടിച്ചു മാറ്റിയപ്പോൾ കണ്ണുനീർ കവിളിലൂടെ ഒലിച്ചിറങ്ങി താഴേക്ക് വീണു. വീണ്ടും വീണ്ടും കണ്ണുനീർ താഴേക്ക് വീണുകൊണ്ടിരുന്നു. കരയാതിരിക്കാൻ അവൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ കരച്ചിലടക്കാൻ അവനായില്ല. ബംബിൾ ഒരു കൈ പിടിച്ചു മാറ്റിയപ്പോൾ അവൻ മറ്റേ കൈ കൊണ്ട് കണ്ണുകൾ മറച്ചു പിടിച്ചു. അവൻ്റെ കൈവിരലുകളിലൂടെ കണ്ണുനീർ താഴേക്ക് ഇറ്റി വീണുകൊണ്ടിരുന്നു. കുപിതനായ ബംബിൾ തൻ്റെ കയ്യിലിരുന്ന മുളവടി കൊണ്ട് അവൻ്റെ കൈത്തണ്ടയിൽ പ്രഹരിച്ചു. അവൻ വേദന കൊണ്ട് നിലവിളിച്ചു. നിന്നെപ്പോലെ ഒരു വൃത്തികെട്ട ജന്തുവിനെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കണ്ടിട്ടില്ല. അയാൾ അട്ടഹസിച്ചു. തന്തയ്ക്ക് പിറക്കാത്തവൻ. അയാൾ പല്ല് കഴിഞ്ഞിരിച്ചു. ഇല്ല സാർ, ഇല്ല, എന്നെ ഇങ്ങനെ തല്ലല്ലേ സാർ. ഞാനൊരു കൊച്ചുകുട്ടിയാണെന്ന കാര്യം സാർ അങ്ങ് മറന്നുപോകുന്നു. സാർ, എന്നെ അടിക്കരുതേ. ഞാൻ അനാഥനാണ്. എനിക്ക് ആരുമില്ല. എന്നെ എല്ലാവരും വെറുക്കുന്നു. ഞാൻ വെറുക്കപ്പെട്ടവനാണ്. ദൈവത്തിന് പോലും വേണ്ടാത്തവൻ. അവൻ കരച്ചിലിനിടയിൽ തൻ്റെ സങ്കടം പറഞ്ഞുകൊണ്ടിരുന്നു. ഇപ്രകാരം പറയുന്നതിനിടയിൽ അവൻ തൻ്റെ നെഞ്ചിൽ സ്വന്തം കൈകൊണ്ട് ആഞ്ഞടിച്ചുകൊണ്ടിരുന്നു. തുടർന്ന് അവൻ ബംബിളിൻ്റെ മുഖത്തേക്ക് വേദനയോടെ നോക്കി. ഒലിവറിൻ്റെ സങ്കടകരമായ വാക്കുകൾ കേട്ട് ബംബിൾ അമ്പരന്ന് അവൻ്റെ മുഖത്തേക്ക് നോക്കി അല്പം നേരം നിശബ്ദനായി നിന്നു. അയാളുടെ മനസ്സിലും പെട്ടെന്നൊരു ചാഞ്ചാട്ടമുണ്ടായി. പിന്നീട് അയാൾ ഒലിവറോടൊന്നും സംസാരിച്ചില്ല. അവനെ ശാസിച്ചില്ല. കണ്ണുകൾ തുറച്ചുകൊണ്ട് ഒരു നല്ല കുട്ടിയെപ്പോലെ ഒലിവർ നിശബ്ദനായി അയാൾക്ക് പിന്നാലെ നടന്നു. അല്പസമയത്തിനുള്ളിൽ തന്നെ അവർ സോവർബെറിയുടെ കടയുടെ മുന്നിലെത്തി. അവരെത്തുമ്പോൾ അയാൾ കടയുടെ ഷട്ടറുകൾ ഇട്ടതിന് ശേഷം മുനിഞ്ഞു കത്തുന്ന മെഴുകുതിരിയുടെ വെട്ടത്തിൽ കുനിഞ്ഞിരുന്ന് അന്നത്തെ കണക്കുകൾ കുത്തിക്കുറുക്കുകയായിരുന്നു. ബംബിൾ അകത്തേക്ക് കടന്നപ്പോൾ അയാൾ തല ഉയർത്തി നോക്കിയിട്ട്, അല്ല, ഇതാര് ബംബിളോ എന്ന് ചോദിച്ചുകൊണ്ട് കണക്ക് ബുക്ക് മടക്കി വെച്ചു. നിന്നെ കാണാൻ ഇപ്പോൾ ഞാനല്ലാതെ മറ്റാര് വരാനാണ് സോവർബെറി? ഞാൻ ആ ചെക്കനെ കൊണ്ടുവന്നിട്ടുണ്ട്. സോവർബെറിക്ക് കാണത്തക്ക വിധം ബംബിൾ ഒലിവറെ അയാളുടെ മുന്നിലേക്ക് നീക്കി നിർത്തി. സോവർബെറി അടുത്തിരുന്ന മെഴുകുതിരി അവൻ്റെ മുഖം കാണത്തക്ക വിധം ഉയർത്തിപ്പിടിച്ച് സൂക്ഷിച്ചു നോക്കി. ഇവനാണോ ആൾ എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ അകത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു, എടേയ്, ഒന്ന് ഇങ്ങോട്ട് വന്നേ. ഇതാരാ വന്നേക്കുന്നതെന്ന് നോക്കിയേ. പെട്ടെന്ന് തന്നെ കടയുടെ പിൻഭാഗത്തുള്ള ചെറിയ വാതിൽ തള്ളി തുറന്നുകൊണ്ട് മിസ്സിസ് സോവർബെറി അവിടെ എത്തി. ചെന്നായിയുടെ മുഖം പോലെയുള്ള ഒരു വൃത്തികെട്ട കറുത്ത രൂപം. സോവർബെറി അവനെ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. ഇതൊരു കൊച്ചു ചെക്കനാണല്ലോ എന്ന് അവൾ പരിഭവം പറയുകയും ചെയ്തു. അത് കേട്ട് ബംബിൾ ഇടപെട്ടു. ഇവനൊരു കൊച്ചുകുട്ടിയാണല്ലോ. അവൻ വളരാത്തത് അവൻ്റെ കുറ്റമല്ലല്ലോ. അവൻ വളരും. മിസ്സിസ് സോവർബെറി, തീർച്ചയായും അവൻ വളർന്നു വലുതാവും. അവൻ വലുതാകാത്തത് അവൻ്റെ തന്നെ കയ്യിലിരിപ്പ് കൊണ്ടാണെന്നാണ് അഗതി മന്ദിരത്തിലെ അവൻ്റെ രക്ഷിതാക്കളുടെ വാദം. ഇത് പറയുമ്പോൾ ബംബിളിൻ്റെ മനസ്സിൽ അത്തരമൊരു ചിന്തയും ഉണ്ടായിരുന്നു. എന്നാൽ ബംബിളിൻ്റെ അഭിപ്രായം ശരിവയ്ക്കാൻ മിസ്സിസ് സോവർബെറി തയ്യാറായില്ല. അത് കൊള്ളാം. ഇവിടുത്തെ ഭക്ഷണം കൊണ്ട് ചെക്കൻ വളരണമെന്നാണോ പള്ളി തീരുമാനിച്ചിരിക്കുന്നത്? അവിടെ കുട്ടികളൊഴിച്ച് എല്ലാവരും കൊഴുത്തുരുണ്ട് വളരുന്നുണ്ടല്ലോ. ഇത്രയും പറഞ്ഞിട്ട് അവർ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു കതക് വലിച്ചു തുറന്ന് ഒലിവറെ പിടിച്ചു വലിച്ച് അകത്തേക്ക് തള്ളി. അവരുടെ ശക്തിയേറിയ തള്ളലിൽ അവൻ മുറിയിൽ മലർന്നടിച്ചു വീണു. താഴേക്ക് കോണിപ്പടികൾ ഉണ്ടായിരുന്നത് തറയിൽ കല്ലുകൾ പാകിയിരുന്നതുമായ ഒരു ചെറിയ മുറിയായിരുന്നു അത്. വീഴ്ചയിൽ അവൻ്റെ കാലുകൾ ഇടറുകയും അവൻ കോണിപ്പടിയിലൂടെ ഒരു കുടുസ് മുറിയിലേക്ക് വീഴുകയും ചെയ്തു. ആ മുറിയിൽ വെളിച്ചം തീരെ കുറവാണ്. ഭിത്തികളും തറയും വൃത്തികെട്ടതും വഴുവഴുക്കുന്നതുമാണ്. സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം അവിടെ തങ്ങി നിൽക്കുന്നു. അവൻ ചുറ്റിനും നോക്കി. തറയിൽ
ഒരു പെൺകുട്ടിയിരിക്കുന്നു. അവളുടെ ഷൂസുകൾ കാൽമടമ്പിലേക്ക് താഴ്ത്തി വെച്ചിട്ടുണ്ട്. നിറം മങ്ങിയ നീല നിറത്തിലുള്ള സോക്സ് താഴേക്ക് മടക്കി വെച്ചിരിക്കുന്നു. അതിന് മിക്ക ഭാഗങ്ങളും തുള വീണതായിരുന്നു. ഒലിവറിൻ്റെ പിന്നാലെ തന്നെ സോവർബെറിയും പടിക്കെട്ടിറങ്ങി താഴെ എത്തിയിരുന്നു. അയാൾ വിളിച്ചു കൂവി, എടീ ചാർലോട്ടി, ആ തെണ്ടിച്ചക്കൻ യാതൊന്നും കഴിച്ചിട്ടുണ്ടാവില്ല. ട്രിപ്പിന് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുള്ള ഇറച്ചിയിൽ നിന്നും 1-2 കഷ്ണം ആ തെണ്ടിക്കും കൊടുക്കൂ. അവൻ രാവിലെ പോയതാണ്. ഈ നേരമായിട്ടും തിരിച്ചെത്തിയിട്ടില്ല. അവൻ എവിടെയെങ്കിലും അലഞ്ഞു നടക്കുന്നുണ്ടാവും. ഇപ്പോൾ തന്നെ അത് പുളിച്ചിട്ടുണ്ടാവണം. അതവന് ബോധിക്കില്ല. ആ ചെക്കൻ അത് ഇഷ്ടപ്പെടാതിരിക്കില്ല. അത് അവന് കൊടുക്കൂ. ഇതിനോടകം മിസ്സിസ് സോവർബെറി അവിടേക്ക് എത്തിയിരുന്നു. അവരുടെ നിർദ്ദേശപ്രകാരം ഒരു പ്ലേറ്റിൽ ഇറച്ചി കഷ്ണം ഒലിവറുടെ മുന്നിലേക്ക് നീക്കിവെച്ചു. അത് കണ്ടപ്പോൾ ഒലിവറിൻ്റെ സകല നിയന്ത്രണവും നഷ്ടപ്പെട്ടു കഴിഞ്ഞിരുന്നു. ജീവിതത്തിൽ ഒരിക്കലും ഭക്ഷണം കണ്ടിട്ടില്ലാത്തതുപോലെ അവൻ ആർത്തിയോടെ അതിലേക്ക് നോക്കി. അവൻ്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി. അവൻ ആർത്തിയോടെ തന്നെ വാരിത്തിന്നു. ഭക്ഷണത്തോടുള്ള അവൻ്റെ ആർത്തി കണ്ടപ്പോൾ മിസ്സിസ് സോവർബെറി വിറുവിറുത്തു. കൊള്ളാം, ചെക്കനത് നന്നായി ബോധിച്ചിരിക്കുന്നു. ഇത്രയും ആർത്തി കാണിക്കുന്ന ഈ ചെക്കനെ എങ്ങനെയാണ് പോറ്റുക? ട്രിപ്പ് അവരുടെ വളർത്തുനായാണ്. പട്ടിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഒലിവറിനെ സംബന്ധിച്ചിടത്തോളം അത് അമൃതിന് തുല്യമായിരുന്നു. പുളിച്ചു നാറിയ ആ ഇറച്ചി കഷ്ണങ്ങൾ അവൻ്റെ ആമാശയത്തെ ഉത്തേജിപ്പിച്ചു. പാത്രം പെട്ടെന്ന് തന്നെ കാലിയായി. അവസാനത്തെ തരിയും അവൻ നക്കിത്തുടച്ചു. അമ്പരപ്പോടെയാണ് മിസ്സിസ് സോവർബെറി ആ കാഴ്ച കണ്ടു നിന്നത്. എല്ലാം കഴിഞ്ഞപ്പോൾ അവർ ചോദിച്ചു, എല്ലാം നീ തിന്നു കഴിഞ്ഞോ? കഴിഞ്ഞു. പാത്രത്തിലേക്ക് നോക്കൂ, ഒലിവർ പിറുപിറുത്തു. എന്നാൽ നീ എൻ്റെ കൂടെ വരൂ. മിസ്സിസ് സോവർബെറി അല്പം പാരിഷ്യത്തോടെയാണ് പറഞ്ഞത്. അവർ മങ്ങിക്കത്തിയിരുന്ന ഒരു വിളക്ക് കയ്യിലെടുത്ത് ഗോവണിപ്പടികൾ ചവിട്ടിക്കയറി. പിന്നാലെ ഒലിവറും ചെന്നു. അല്പം വിശാലമായ ഒരു മുറിയിലേക്കാണ് അവർ ഒലിവരെ കൊണ്ടുപോയത്. നിനക്കിവിടെ കിടക്കാം. അവൻ ചുറ്റിനും നോക്കി. നിരവധി ശവപ്പെട്ടികൾ പണിതീർത്ത് ആ മുറിയിൽ നിരനിരയായി ഇട്ടിരിക്കുന്നു. ചിലതൊക്കെ ഭിത്തിയിൽ ചാരി വെച്ചിരിക്കുന്നു. ഒരു ശ്മശാനത്തിൽ എത്തപ്പെട്ടതുപോലെയാണ് ഒലിവറിന് തോന്നിയത്. അവൻ അമ്പരപ്പോടെ നാലുപാട് നോക്കി. ഇതിനകത്ത് ശവമൊന്നുമില്ല. പിന്നെ നീ എന്തിനാണ് പകച്ചു നോക്കുന്നത്? അവൻ അവരുടെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ഇവിടെ നിനക്കുറങ്ങാൻ വേറെ ഇടമില്ല. ശവപ്പെട്ടിക്കകത്ത് കയറി കിടക്കാൻ നോക്കരുത്. ഇത്രയും വിളിച്ചു പറഞ്ഞുകൊണ്ട് അവർ പുറത്തേക്കിറങ്ങി. ഒലിവറിന് അവരെ അനുസരിക്കുകയല്ലാതെ മറ്റു മാർഗമൊന്നും ഉണ്ടായിരുന്നില്ല.